ദേശാടന പക്ഷികൾ വിരുന്നെത്തിയിരുന്ന കോഴിക്കോട് മാവൂരിലെ തെങ്ങിലക്കടവ് നീർത്തടം. പക്ഷേ ഇന്ന് മാലിന്യ കൂമ്പാരമാണ്. രാത്രിയുടെ മറവിൽ കെട്ടിടാവശിഷ്ടങ്ങളും ജൈവ മാലിന്യങ്ങളും വീടുകളിൽ നിന്നും മാലിന്യങ്ങളും വരെ ഇവിടെ തള്ളുന്നത് പതിവായിരിക്കുകയാണ്. ആ ഒരു റിപ്പോർട്ടിലേക്ക്. ഒരു കാലത്ത് നിരവധി ദേശാടന പക്ഷികൾ വിരുന്നെത്തിയിരുന്ന പ്രധാന പക്ഷി സങ്കേതമായിരുന്നു കോഴിക്കോട് മാവൂരിലെ തെങ്ങിലക്കടവ് നീർത്തടം. എന്നാൽ ഇന്ന് ഈ നീർത്തടത്തിന്റെ സ്ഥിതി മാറുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ മാലിന്യം തള്ളുന്നത് പതിവായതോടെ പ്രദേശം മാലിന്യ കൂമ്പാരമായി. കെട്ടിടങ്ങൾ പൊളിച്ചുണ്ടാക്കുന്ന അവശിഷ്ടങ്ങൾ മുതൽ ജൈവ മാലിന്യങ്ങൾ വരെ ഇവിടെ വലിച്ചെറിയുന്നു. മാലിന്യം തള്ളുന്നതിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. മുന്നറിയിപ്പ് ബോർഡിന് സമീപത്ത് തന്നെ വീണ്ടും മാലിന്യം തള്ളി. ഈ ഏരിയയിൽ അനധികൃതമായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളും കൊണ്ട് തള്ളുന്നത് മത്സ്യസമ്പത്തിനെയും ഇവരെ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. ഇതിന് വേണ്ടതായിട്ടുള്ള തക്കതായ പരിഹാരം കണ്ട് നടപടി അതാത് അധികാരികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. വിഷയം നേരത്തെ ഗ്രാമസഭകളിൽ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. മാലിന്യം നീർത്തടത്തിൽ കുന്നുകൂടുന്നതോടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാകുമെന്നാണ് ആശങ്ക. ആളുകൾ ഇത് പിടിച്ച് മീനൊക്കെ ഭക്ഷിക്കുന്ന സമയത്ത് രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ റോഡിലൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടി സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മാവൂർ പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമായിരുന്ന തെങ്ങിലക്കടവ് നീർത്തടം മാലിന്യ കൂമ്പാരമാകുമ്പോൾ അധികൃതരുടെ നടപടി ഇനിയും വൈകരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.